പേര് ഷോൺ. ഇതിപ്പോൾ നെല്ലായിലാണ് സ്ഥലം. നെല്ലായി തൃശ്ശൂരാണ്. നെല്ലായി ഫിഷറീസ് എന്നാണ് എൻ്റെ ഫാമിൻ്റെ പേര്. ഞാൻ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് എഡിബിൾ ഫിഷസ് ആണ്. ലൈക്ക് പിലോപ്പി, ഗ്രാസ് കാർപ്പ്, വാള, നെട്ടർ, അനാബസ് എന്നീ ഐറ്റംസിൻ്റെ സീഡിൻ്റെ സപ്ലൈ ആണ്. പിന്നെ നമ്മൾ അക്വപോണിക്സിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല ഈ ഫിൽട്ടർ സിസ്റ്റംസ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ഡെമോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡെമോയുടെ ഇതാണ്. നമ്മൾ അക്വപോണിക്സിന് യൂസ് ചെയ്യുന്ന ഒരു പമ്പാണിത്. ഇതാണ് അക്വപോണിക്സിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു മണിക്കൂറിൽ 1.8 ലിറ്റർ വെള്ളം നമുക്കിതിൽ പമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 2.8 മീറ്ററാണ് ഇതിൻ്റെ പമ്പിങ് മീറ്റർ വരുന്നത്. 40 വോൾട്ടിൻ്റെ പമ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അക്വപോണിക്സിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഒരു പമ്പാണ്. മാത്രമല്ല ഇത് ഫിൽറ്ററിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഓർണമെൻ്റൽ ഫിഷ് എന്ന് പറയുമ്പോൾ ഏഞ്ചൽ, അതുപോലെ തന്നെ ഗോൾഡ് ഫിഷ് നമ്മൾ 2 മാസത്തിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം ബ്രീഡിങ് സിസ്റ്റമാണ്. പിന്നെ നമുക്ക് ഗ്രാസ് കാർപ്പ്, വാള, നെട്ടർ എന്നീ ഐറ്റംസൊക്കെ നമ്മൾ സീഡിൻ്റെ സപ്ലൈ ആണ്. ഹോൾസെയിലാണ് ചെയ്യുന്നത്, റീറ്റെയിലും ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതാണ് ഗ്രാസ് കാർപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഗ്രാസ് കാർപ്പ് എന്ന് പറയുന്ന ഐറ്റം. പിന്നെ ഇത് പിലോപ്പിയാണ്. ഇത് MST എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട പിലോപ്പിയാണ്. ഈ MST എന്ന് പറയുന്നത് ഈ മോണോസെക്സ് തിലോപ്പിയ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വരുമ്പോൾ തന്നെ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ബ്രീഡ് ആവില്ല. എപ്പോഴും പിലോപ്പിനെ ഇടുമ്പോൾ എപ്പോഴും ഗ്രാസ് കാർപ്പ് അല്ലെങ്കിൽ കട്ട്ള, രോഹുവിനും പിലോപ്പിനും ഒരുമിച്ചിടണം. കാരണം നമുക്ക് ഈ ഫുഡ് വേസ്റ്റൊക്കെ വരുന്നത് നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പിലോപ്പി ഈ വെള്ളത്തിൻ്റെ മേലെ കിടക്കുന്നതും പിന്നെ താന്ന് വരുന്ന ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ. താഴെ വീഴുന്ന ഫുഡ് അവറ്റിൽ കഴിക്കാറില്ല. അപ്പോൾ ഈ മീനിൻ്റെ കാഷ്ടവും അതുപോലെ തന്നെ ഈ ഫുഡ് വേസ്റ്റ് ആകുമ്പോൾ ഇത് അമോണിയ ഫോം ആവും. ഈ അമോണിയ ഫോം ആകുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ pH-നൊക്കെ ഇത് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ താഴെ വീഴുന്ന ഇത് ഫുഡ് തന്നാനായിട്ട് നമുക്ക് ഈ ഗ്രാസ് കാർപ്പ് അല്ലെങ്കിൽ കട്ട്ള, രോഹുവിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ഗ്രാസ് കാർപ്പ് കൊടുക്കാനുള്ള. ഇത് പിലോപ്പിയുടെ കുട്ടികളാണ്. ഇത് MST എന്നുള്ള കാറ്റഗറി പെട്ടതാണ്. ഇതെല്ലാം നമ്മളിവിടെ ₹2.80 കൊടുക്കുന്ന സീഡുകളാണ്. റെഡ് ബെല്ലി അല്ലെങ്കിൽ നട്ടർ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഇതൊരു ₹3.80 തൊട്ട് ₹4 റേറ്റിൽ വരുന്ന ഐറ്റംസാണ്. ഇത് ആസാം വാള. ഇതിൻ്റെ റേറ്റ് വരുന്നത് ₹4. രോഹു എന്ന് പറയുന്ന മീനാണ്. ഈ പിലോപ്പിയുടെ കൂടെയൊക്കെ ഇടാൻ സാധിക്കുന്ന മീനാണത്. കാരണം ഫുഡ് വേസ്റ്റിലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടാവുന്ന ഒരു മീനാണത്. ഈ കാണുന്നത് അസോള പിന്നെ ഡക്ക് വീഡ് എന്നുള്ള ഐറ്റമാണ്. ഇത് നല്ല മീനുകൾക്ക് എപ്പോഴും തിന്നാൻ കൊടുക്കാവുന്ന സാധനമാണ്. നമുക്കധികം പൈസ ചിലവില്ലാത്ത കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഈ അസോള എന്ന് പറയുന്നത്, ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് ഡക്ക് വീഡാണ്. ഈ കാണുന്ന സാധനം ഡക്ക് വീഡാണ്. ഇതെല്ലാം മീനുകൾക്ക് തിന്നാൻ കൊടുക്കാം. മീനുകൾക്ക് മാത്രമല്ല, നമ്മൾ ഈ കോഴിക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ പശുക്കൾക്കൊക്കെ കൊടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണിത്. നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന തീറ്റയാണിത്. ഇത് ചെമ്മീൻ പൊടി അല്ലെങ്കിൽ 0.5 എന്നൊക്കെ പറയുന്നത് തീറ്റയാണ്. ഇത് ഒരുവിധം പ്രായമാവുന്നവരെ നമുക്ക് ഈ തീറ്റ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഗ്രോവൽ എന്നൊക്കെ പറയും. അതൊക്കെ ഈ പറയുന്ന ഐറ്റംസാണത്. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീറ്റ കൊടുക്കാം. ഇത് 0.6 എന്ന് പറയുന്ന തീറ്റയാണ്. സംഭവം ഇത് ചെമ്മീൻ പൊടിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അത് കുറച്ച് പ്രോട്ടീനൊക്കെ ഉള്ള തീറ്റ തന്നെയാണ്. കുറച്ചുകൂടി വലിയ മീനുകൾക്ക് കൊടുക്കുന്നതാണ് ഇതെല്ലാം. ഇട്ട് കൊടുക്കണം. മെയിനായിട്ട് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നതാണ് ഈ ചെമ്മീൻ പൊടി, ഈ ഗ്രോവൽ ഐറ്റംസൊക്കെ. പിന്നെ ഞാനിവിടെ വീട്ടിലൊന്നും നല്ല ചോറ് കൊടുക്കും. പിന്നെ കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് കൊടുക്കും. പിന്നെ ചക്ക, ഇതെല്ലാം ഈ 2 ഐറ്റംസ് നല്ലോണം പുഴുങ്ങിയിട്ട് ഉടച്ചിട്ട് കൊടുക്കും. അത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യുക. അവരത് കഴിക്കുന്നതിനനുസരിച്ച് നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു പിലോപ്പി എന്ന് പറയുമ്പോൾ ഒരു 6-7 മാസം കൊണ്ട് നമുക്ക് തന്നെ പിടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ MST എന്ന് പറയുന്നത്. MST, നൈലോട്ടിക്, ഇതെല്ലാം നമുക്കൊരു 6-7 മാസം കൊണ്ട് നമുക്ക് ഗ്രോത്ത് കിട്ടുന്ന ഒരു ഐറ്റംസാണ്.
ഈ കട്ട്ള അതുപോലെ തന്നെ ഗ്രാസ് കാർപ്പൊക്കെ ആണെങ്കിൽ ഒരു 9 മാസം 10 മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ സൈസ് വയ്ക്കുന്ന ഐറ്റംസാണ്. പിന്നെ അവർ കഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഫുഡ് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. അതായത് 3 നേരം ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ മറക്കില്ല അതിൻ്റെ ഫുഡ് കൊടുക്കേണ്ട കാര്യം. ഇവിടെ എല്ലാം ഞാനിപ്പോൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. എറണാകുളം തൊട്ട് പാലക്കാട് വരെ ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് തന്നെ മിനിമം ക്വാണ്ടിറ്റി അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. ഹോൾസെയിൽ ആകുമ്പോൾ എല്ലാവരും ഒരു 200-300 അതിന് മേലേക്കാണ് വാങ്ങിച്ച് കൊണ്ടുപോകാറുള്ളത്. നമുക്കതെല്ലാം ഹോൾസെയിൽ റേറ്റാണ്. റീറ്റെയിൽ പ്രൈസ് നമ്മൾ സെയിം തന്നെയാണ്.